reduction of order. ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഫസ്റ്റ് ഓർഡർ ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വി ഹാവ് a second order homogeneous differential equation of the form f of x ഉണ്ടാവും y ഉണ്ടാവും അല്ലേ, ചിലപ്പോൾ y ഡാഷ് ഉണ്ടാവാം, y ഡബിൾ ഡാഷ് ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്. ഇതിലെ റിഡക്ഷൻ ഓഫ് ഓർഡർ ആണെങ്കിൽ നമ്മൾ രണ്ട് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നത്. റിഡക്ഷൻ ഓഫ് ഓർഡർ പറയുന്നുവെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളുണ്ടാവും. ആക്ച്വലി നമ്മൾ മുന്നേ പറഞ്ഞത് ഒരു സൊല്യൂഷൻ തന്നിട്ട് അടുത്ത സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും ഒരു റിഡക്ഷൻ ഓഫ് ഓർഡർ തന്നെയാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ പറയും. അതായത് ഒന്ന്, കേസ് 1, സപ്പോസ് y is absent. y എന്ന ടേം അവിടെ ഇല്ല എങ്കിൽ, yന്റെ ടേം അവിടെ ഇല്ല എങ്കിൽ, സപ്പോസ് y is absent. y ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പുട്ട് y ഡാഷ്, y ഇല്ലെങ്കിലും y ഡാഷ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഈ y മാത്രം ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. ബാക്കി എക്സിന്റെ ടേം ഉണ്ടാവും, y ഡാഷ് ഉണ്ടാവാം, y ഡബിൾ ഡാഷ് ഉണ്ടാവാം. y ഡാഷിന്റെ പ്ലേസിൽ നമ്മൾ z എന്നൊരു പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദെൻ അപ്പോൾ ആക്ച്വലി y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? y ഡാഷ് എന്ന് വെച്ചാൽ dy by dx ആണല്ലോ y ഡാഷ്. അപ്പൊ അതാണ് z. ഞാൻ ഇതിന്റെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? സ്ക്വയർ ചെയ്യുന്നതല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. d by dx of dy by dx is equal to dz by dx. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്താ? d square y by dx square is equal to dz by dx. ഞാൻ z ഡാഷ് എന്ന് എടുത്തു. അപ്പോ y ഡബിൾ ഡാഷ് എന്താവും? z ഡാഷ് ആവും. അപ്പോ ഈ കേസിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. പുട്ട് y ഡാഷിന് z കൊടുക്കുക, y ഡബിൾ ഡാഷിന് z ഡാഷും കൊടുക്കുക. z ഡാഷ് എന്നത് ഇവിടെ കിട്ടിയല്ലോ. അപ്പോ y ഡാഷിന് z നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ തന്നെ y ഡാഷിന് z, f ഓഫ് x, y ഇല്ല, y ഡാഷിന് z, y ഡബിൾ ഡാഷിന് z ഡാഷ്. അപ്പൊ ഫസ്റ്റ് ഓർഡർ ആയില്ലേ? ഈ സെക്കൻഡ് ഓർഡർ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ ആയല്ലോ. ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ z ആയെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് രണ്ടും മാത്രം ഓർത്തു വെച്ചാൽ മതി. y ഇല്ലാത്ത ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഓർഡറിനെ ഫസ്റ്റ് ഓർഡർ ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ y ഡാഷിന്റെ പ്ലേസിൽ z ഉം y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ z ഡാഷും കൊടുത്താൽ മാത്രം മതി. കേസ് 2, suppose x is absent. x ഇല്ലാത്ത സെക്കൻഡ് ഓർഡർ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ലീനിയർ ആയിരിക്കണം. സപ്പോസ് x is absent, x അവിടെ ഇല്ല എങ്കിൽ കൊടുക്കേണ്ടത് അവിടെയും പുട്ട് y ഡാഷ് is equal to z തന്നെയാണ്. ഇവിടെ കണ്ടല്ലോ, ഇതാണ് ഫോം എന്ന് പറഞ്ഞത്. എക്സിന്റെ ആൾക്കാരുണ്ടാവും, വൈന്റെ ആൾക്കാരുണ്ടാവും, വൈ ഡാഷിന്റെ ആൾക്കാരുണ്ടാവും, വൈ ഡബിൾ ഡാഷിന്റെ ആൾക്കാരുണ്ടാവും. ഒരു സാധാരണ ഹോമോജിനസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒന്നാമത്തെ കേസിൽ വൈ ആബ്സെന്റ് ആവുന്ന കാര്യം മതി. രണ്ടാമത്തെ കേസിൽ എക്സ് ഇല്ലാത്ത കാര്യം. അപ്പൊ എന്ന് വെച്ചാൽ എന്താ? എഫ് ഓഫ് വൈയും വൈ ഡാഷും വൈ ഡബിൾ ഡാഷും മാത്രമേ കാണുള്ളൂ. അപ്പോ എക്സ് ഇല്ലെങ്കിൽ വൈ ഡാഷിന്റെ പ്ലേസിൽ ഇസെറ്റ് കൊടുക്കുക. വൈ ഡാഷിന്റെ പ്ലേസിൽ ഇസെറ്റ് കൊടുത്താലേ അപ്പൊ രണ്ട് സൈഡും
അപ്പോ രണ്ട് സൈഡ് ഡിഫറൻഷിയേറ്റ് y dash is equal to z മീൻസ് കഴിഞ്ഞതിനെ പോലെ തന്നെ dy by dx is equal to z എന്നാണ്. ഞാൻ ഇതിനെ വീണ്ടും രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ d by dx of dy by dx is equal to dz by dx ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താവും d square y by dx square is equal to dz by dx. അപ്പോ ഇവിടെ y ഡബിൾ ഡാഷ് അല്ലേ, ദാറ്റ് ഈസ് y ഡബിൾ ഡാഷ് d സ്ക്വയർ y by dx സ്ക്വയർ അല്ലേ, y ഡബിൾ ഡാഷ് is equal to എന്ത് വന്നു dz by dx. ഇവിടെ നിങ്ങൾ x ഇല്ലെന്നല്ലേ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, ഇവിടെ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് x ഇല്ലെന്നല്ലേ, അപ്പൊ dz by dx കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും, കാരണം x അവിടെ ഇല്ല. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക, dz by dx നെ dz by dy, y ഉണ്ട്, dz by dy into dy by dx എന്ന് എഴുതാം. dz by dx നെ എങ്ങനെ എഴുതാം, dz by dy into dy by dx എന്ന് എഴുതാം. അപ്പൊ എന്താണത്, dz by dy, dz by dy അങ്ങനെ ഇരുന്നോട്ടെ, dy by dx എന്താ, dy by dx അല്ലേ, z അല്ലേ, dy by dx ന് z കൊടുക്കാം അല്ലെ, യൂസിങ് 1. അപ്പോ y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, z into dz by dy. അപ്പോ നിങ്ങൾ ഒരു കാര്യം അറിയുക, എക്സ് ഇല്ലാത്ത ഫസ്റ്റ് ഓർഡറിലേക്ക് റെഡ്യൂസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞതുപോലെ തന്നെ y ഡാഷിന്റെ പ്ലേസിൽ ഇസഡും y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ z into dz by dy യും കൊടുക്കണം. ഇവിടെ ഇത് രണ്ടും കൊടുക്കേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്, y ഡാഷിന്റെ പ്ലേസിൽ ഇസഡും y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ z ഡാഷും അത്രേ ഉള്ളൂ. ഇവിടെ y ഡാഷിന്റെ പ്ലേസിൽ ഇസഡും y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ z into z ഡാഷ് അല്ല, z into dz by dy ആണ്, z into dz by dy ആണ്. ഇവിടെ dz by dx ആണ് z ഡാഷ് എന്ന് പറയുന്നത്, മാറിപ്പോകരുത്. y ആബ്സെന്റ് ആകുമ്പോൾ y ഡാഷിന്റെ പ്ലേസിൽ z ഉം, y ആബ്സെന്റ് ആകുമ്പോൾ y ഡാഷിന്റെ പ്ലേസിൽ z ഉം y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ z ഡാഷും, x ആബ്സെന്റ് ആകുമ്പോൾ y ഡാഷിന്റെ പ്ലേസിൽ z ഉം y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ z into dz by dy. Question 1. Solve y double dash reduce the order of differential equation and solve. Reduce the order of the differential equation and solve. Reduce the order of the differential equation and solve y double dash plus y is equal to 0. y double dash plus y is equal to 0 നെ ഫസ്റ്റ് ഓർഡറിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ ഗിവൺ ആരാ, ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് y double dash plus y is equal to 0. ഇവിടെ ആര് ആബ്സെന്റ് ആണ്, ഹിയർ y ന്റെ ടേം ഉണ്ട് അല്ലേ, x ഈസ് ആബ്സെന്റ്, x ആബ്സെന്റ് ആണല്ലോ, x ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, x ആബ്സെന്റ് ആണെങ്കിൽ വി സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ, y dash is equal to z and y double dash is equal to z into dz by dy. അതിൽ കൊടുക്കണേ y ഡാഷിന്റെ പ്ലേസിൽ z ഉം y ഡബിൾ ഡാഷിന്റെ പ്ലേസിൽ z into dz by dy യും അതാ കൊടുക്കണേ. അപ്പൊ എന്താവും, then equation 1 becomes y double ഡാഷിന്റെ പ്ലേസിൽ നോക്കുക z into dz by dy plus z into dz by dy plus y.
ഇസ് ഈക്വൽ ടു 0. നോക്കിയേ, മനോഹരമായിട്ട് ഇക്വേഷൻ നമ്പർ 1 ഫസ്റ്റ് ഓർഡറിലേക്ക് കൺവെർട്ട് ചെയ്തില്ലേ. സെക്കൻഡ് y ഡബിൾ ഡാഷ് ഉണ്ടായിരുന്നു, ഇവിടെ z ഡാഷ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന് സോൾവ് ചെയ്യാൻ നമുക്ക് എത്രയോ മെത്തേഡ് അറിയാം. ഫസ്റ്റ് ഓർഡർ സോൾവ് ചെയ്യാൻ നമ്മൾ നന്നായിട്ട് പഠിച്ചതല്ലേ, z ഇൻറ്റു ഡി സെഡ് ബൈ ഡി വൈ. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ആണ് നമ്മൾ ആദ്യം നോക്കണേ അല്ലേ. ഈക്വൽ ടു -y എന്ന് എഴുതാം. എന്താവും, z ഇൻറ്റു ഡി സെഡ് ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു -y എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ഇസഡിനെ ഡി സെഡിനോടൊപ്പവും ഡി വൈനെ വൈന്റെ ആൾക്കാരോടൊപ്പം കൊണ്ടുപോകും. അപ്പൊ ഇസഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു എന്തായി, -y ഡി വൈ എന്നായി. മെത്തേഡ് ഓഫ് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തല്ലോ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, ഇന്റഗ്രൽ ഇസഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ y dy. അപ്പോൾ ഇസഡിന്റെ ഇന്റഗ്രേഷൻ z സ്ക്വയർ ബൈ 2, വൈന്റെ ഇന്റഗ്രേഷൻ y സ്ക്വയർ ബൈ 2 പ്ലസ് c അല്ലേ. അപ്പോ z സ്ക്വയർ ഇസ് ഈക്വൽ ടു -y സ്ക്വയർ പ്ലസ് 2c. അതിനവിടെ k എന്ന് കൊടുക്കുകയാണ്, 2k. അപ്പോൾ z സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 2k ക്ക് വരെ ഞാൻ c കൊടുത്തു. ഇനി z എന്താണോ, z എന്താണ്, y ഡാഷ് അല്ലേ. അപ്പോ z സ്ക്വയർ എന്ന് y ഡാഷ് സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു c എന്നല്ലേ. അപ്പോ കൂടെ z സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് മതി, z സ്ക്വയർ ഇസ് ഈക്വൽ ടു 2k അല്ലെ. 2k മൈനസ് y സ്ക്വയർ എന്നാക്കാലോ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇവിടെ റീപ്ലേസ് z. ഒരു കാര്യം ചെയ്യാം, z സ്ക്വയർ ഇസ് ഈക്വൽ ടു c മൈനസ് y സ്ക്വയർ. ദാറ്റ് ഈസ് z is equal to square root of c square എന്ന് കൊടുക്കുകയാണേ. അപ്പോൾ c square minus y square. z is equal to root of c square minus y square. അപ്പോൾ ഇനി റീസബ്സ്റ്റിറ്റ്യൂട്ട് z ന് എന്ത് എടുക്കാം, y ഡാഷ് അല്ലെ. z is equal to y ഡാഷ് കൊടുക്കുമ്പോൾ എന്താവും, y ഡാഷ് is equal to root of c square minus y square. y ഡാഷിന് എങ്ങനെയാകാം, dy by dx is equal to root of c square minus y square. dy by, ഇനി മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ, c square minus y square is equal to dy by root of c square minus y square is equal to dx ആയല്ലോ. ഇനി എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്താണ് ഫോർമുല, ഇന്റഗ്രേഷന്റെ ഫോർമുല പറഞ്ഞ്, ഇന്റഗ്രൽ 1 by root of c square minus y square, ഇന്റഗ്രൽ root of 1 by root of c square minus y square dy. ഒന്ന് പറയട്ടെ, ഫോർമുല പറയട്ടെ, എന്താ ഇന്റഗ്രേഷന്റെ ഫോർമുല ഇവിടെ, ഇന്റഗ്രേഷന്റെ ഫോർമുല എന്താ, equal to integral dx അല്ലേ ഇവിടെ, ഇന്റഗ്രൽ dx. അപ്പോൾ ഇന്റഗ്രൽ എന്താണ് ഇന്റഗ്രേഷന്റെ ഫോർമുല, 1 by root of a square minus x square dx എന്താ,
1/√a square minus x square ഫോർമുല എന്താണ്? sin inverse 1/dx sin inverse x by a അല്ലേ? sin inverse y/c അല്ലേ? is equal to ഇന്റഗ്രൽ x plus k അല്ലേ? ശരിയാണോ? ഇന്റഗ്രേഷൻ ആൻസർ ഇതാണ്. ഇന്റഗ്രൽ റൂട്ട് ഓഫ് a square minus integral 1/√a square minus x square dx is equal to sin inverse x by a അല്ലേ? ഇപ്പൊ എന്താ പറയുക? sin inverse y/c is equal to x plus k, y/c is equal to sin x plus k, y is equal to c sin x plus k. This is the final answer. എന്ത് ആബ്സെന്റ് ആണ് ഇവിടെ? ക്വസ്റ്റ്യനില് എക്സ് ആബ്സെന്റ് ആയിരുന്നു അല്ലേ? ക്വസ്റ്റ്യനില് എക്സ് ആബ്സെന്റ് ആയിരുന്നു. Next, reduce the order and solve the differential equation 2xy double dash is equal to 3y dash. ഇവിടെ y ആബ്സെന്റ് അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് എന്താ? given 2xy double dash is equal to 3y dash. Here y is absent. y dash y double dash ഒക്കെ ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? y ആബ്സെന്റ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. പുട്ട് y dash is equal to z and z dash y dash is equal to z അല്ലെ? y double dash is equal to z dash അത്രയല്ലേ ഉള്ളൂ. y double dash is equal to z and y double dash is equal to z y double dash is equal to z dash. Equation 1 എങ്ങനെ മാറും? 2xz dash is equal to 3z എന്നാവും. 2x ന്റെ z dash ഇവിടെ എന്താണ്? z dash എന്ന് വെച്ചാൽ dz by dx എന്നാണ്, ശ്രദ്ധിക്കണം. is equal to 3z അല്ലെ? അപ്പോൾ ഇനി മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ അപ്ലൈ ചെയ്യാം. 2x dxz is equal to 3z dx. 2dz by z താഴെ കൊണ്ടുവരാം. 3dx by x റൈറ്റ് സൈഡ് താഴെ കൊണ്ടുപോകാം. അപ്പൊ എന്താവും? ഇനി അടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. 2 into ഇന്റഗ്രൽ എന്താ? dz by z 1/z dz is equal to 3 into ഇന്റഗ്രൽ അല്ലെ? 3 into ഇന്റഗ്രൽ 1/x dx അല്ലെ? 1/x dx. അപ്പോൾ 2 into log z is equal to 3 into log x plus ഒരു c1 കൊടുക്കാം, അല്ലെ log c1 കൊടുക്കാം അല്ലെ? അതല്ലേ നല്ലത്. log c1 കൊടുക്കാം. അപ്പോൾ log z square, 2 log z is log z square, 3 log x is log x cube plus log c1. അപ്പോൾ log z square is equal to log c1 x cube അല്ലെ? log a plus log b, log ab അല്ലെ? അപ്പോൾ z square is equal to c1 x cube. z square is equal to c1 x cube. ഇനി എന്ത് ചെയ്യണം? റീസബ്സ്റ്റിറ്റ്യൂട്ട്. again substitute z is equal to y dash. അപ്പൊ എന്താ? y dash square is equal to
C1 x cube അല്ലെ? അപ്പോഴെന്താ വരിക? y dash square is equal to C1 x cube. y dash എന്താവും? റൂട്ട് എടുത്താ പോരെ? C1 x cube the whole raised to 1/2 ആവും അല്ലെ? റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് എന്ന് വെച്ചാൽ 1/2 പോകല്ലേ? അപ്പൊ y dash is equal to C1 raised to 1/2 into x cube raised to 1/2. y dash എന്ന് വെച്ചാൽ dy by dx ആണ്, ശരിയല്ലേ? dy by dx ആണ് y dash. C1 raised to 1/2 ഞാൻ a എന്ന് എടുത്തു, മറ്റേതിനെ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. x raised to 3/2. അപ്പോൾ dy is equal to a into x raised to 3/2 dx. എന്താവും? ഇനി രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. ഇന്റഗ്രൽ dy is equal to ഇന്റഗ്രൽ അല്ലേ? ഇന്റഗ്രൽ dy is equal to രണ്ട് സൈഡ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ അപ്ലൈ ചെയ്യുന്നത്. a into x raised to 3/2 dx. dy ന്റെ ഇന്റഗ്രേഷൻ y അല്ലേ? a into x raised to 3/2 ന്റെ ഇന്റഗ്രേഷൻ x raised to 3/2 plus 1/3/2 plus 1 അല്ലേ? 3/2 plus 1 എന്താ? 3/2 plus 1 ന് 5/2 അല്ലേ? അപ്പോൾ y is equal to 2a by 5 into x raised to 5/2 plus c. അല്ലേ? y is equal to 2a by 5 ന് b എന്ന് കൊടുക്കാം. b x raised to 5/2 plus c. This is the final answer.